അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനകം അപേക്ഷകന് വ്യക്തമായ വിവരം നൽകണം മിസ്റ്റർ നന്ദകുമാർ. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ഏറ്റെടുത്ത അപേക്ഷയാണെങ്കിൽ ഒരു 5 ദിവസത്തെ ഇളവ് കൂടി കിട്ടും. അതായത് 35 ദിവസത്തിനുള്ളിൽ വ്യക്തമായും മറുപടി അപേക്ഷകന് കിട്ടിയിരിക്കണം. എന്നാ അതല്ലല്ലോ ഇവിടെ വേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. ഇതൊന്നും അറിയാതെ ആ കസേരയിൽ തന്നെ ഇരിക്കാനാണ് താങ്കളുടെ തീരുമാനമെങ്കിൽ, നിയമം അനുശാസിക്കുന്ന വിധം ഇൻഫർമേഷൻ നൽകുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആലോചിച്ചിട്ട് ഉചിതമായൊരു മറുപടി ആ അപേക്ഷകന് നൽകണം. ഇത് കളക്ടറുടെ ഓർഡറാണ്, ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? എൻ്റെ പേര് ദാമോദരൻ എന്നാണ്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്നതാണെങ്കിലും എൻ്റെ മോളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിജയ് എനിക്ക് എൻ്റെ മോളെ തന്നില്ല. അവളെ ഒരു ദിവസം ഇപ്പൊ ഹോസ്പിറ്റലുകാര് ആ ശരീരം ഒന്ന് കാണിക്കാൻ പോലും സമ്മതിക്കുന്നില്ല സാറേ. പല ആളുകളെ കൊണ്ട് ഞാൻ പറയിച്ചു നോക്കി, പക്ഷേ അതെന്റെ മോളാണോ എന്ന് എന്നെ നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല സാറേ. എന്നെ മോള് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്ക് അറിയണം സാറേ. നിങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഓ സാർ, ACP ചന്ദ്രബോസ് സാറ് ആ ഹോസ്പിറ്റലുകാരുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്. എനിക്ക് നീതി കിട്ടണം സാർ. ആ പോലീസുകാരെല്ലാം ഹോസ്പിറ്റലുകാരുടെ പക്ഷത്താ. കളക്ടർ സാറിന്റെ മുന്നിൽ വന്ന് ഈ വിവരം പറയുന്നത് അതുകൊണ്ട് തന്നെ